ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആമിക്കുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് കരുതുന്നു. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആമിന യമുന. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ ഹാപ്പിനെസ് സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് എല്ലാവരും വളരെയേറെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം, ഞങ്ങളും വളരെയേറെ എക്സൈറ്റഡ് ആണ്. എല്ലാവരും റെഡി അല്ലേ? യെസ്. ഹാപ്പിനെസ് സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായി ഇന്നിവിടെ നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പിനെസ് സമ്മർ ക്യാമ്പ് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വിചാരിക്കുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ വെക്കേഷൻ ടൈമിലെ മൈൻഡിലെ കുട്ടികളൊക്കെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടി പ്രയാൺ പ്രേരണ പ്രൊജക്റ്റുകളുടെ ഭാഗമായി മൈൻഡ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് ഹാപ്പിനെസ് സമ്മർ ക്യാമ്പ്. 27ഓളം കുട്ടികൾ ഇപ്പോൾ സമ്മർ ക്യാമ്പിലുണ്ട്. ഒരുപാട് കുട്ടികളെ ആക്റ്റീവ് ആക്കാനും ഞങ്ങളുടെ ബോറടിയൊക്കെ മാറ്റാനും ഈ സമ്മർ ക്യാമ്പിലൂടെ സാധിച്ചു. സമ്മർ ക്യാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഏൽക്കുന്നുണ്ടാവും, ആരാടി ഞങ്ങൾ 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 എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ മാത്രമല്ല ഇന്ന് ആങ്കറിങ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആരുമല്ല, നമ്മുടെ സ്വന്തം ഋത തന്നെയാണ്. സുരിത, വെൽക്കം. ഹായ് സ്വാമി. ഹലോ, എന്റെ പേര് റിത. ആമിക്കുട്ടി പറഞ്ഞതുപോലെ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാമില്. നിങ്ങൾ ഉണ്ടാവും എന്റെ കൂടെ, ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പോ സമ്മർ ക്യാമ്പ് എന്താണെന്നെല്ലാം എല്ലാവർക്കും മനസ്സിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ പിന്നീട് കഴിവുകൾ കാണാൻ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ. അപ്പോ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് വേദികയാണ് പാട്ട് പാടുന്നത്. വേദു, വെൽക്കം. गणनायकाय गणदेवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानो सुखाय गानमत्ताय गानो सुखमनसे गुरुपूजिताय गुरुदेवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मसदाराध्याय गुरुपुत्र परित्रात्रे गीतसाराय गीततत्त्वाय गीतगोत्र धीमहि गुणगुल्फाय गन्धमट्टाय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. താങ്ക് യു. ഓക്കെ, താങ്ക് യു വേദു. അടിപൊളിയായി പാടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു ഋത. ഋത എന്ത് പറയുന്നു? അതെ അതെ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തുടക്കം തന്നെ നല്ലൊരു പാട്ടിൽ തന്നെ തുടങ്ങി. നല്ലതായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതാണ്, അടിപൊളിയായിരുന്നു വേദു. ഇനി ഇതേപോലെ ചെയ്യാ. സോ താങ്ക് യു വേദു. അപ്പൊ നമുക്കിനി അടുത്ത ആളെ വിളിക്കാം. അടുത്ത ആള് നമ്മളെ സ്വന്തം ഷഫ്ന ആണ്. ഷഫ്ന കോഴിക്കോട് നിന്നാണ് വരുന്നത്. അവള് ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ സമ്മർ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് വഴിയെ അറിയാം. സോ സമ്മർ ക്യാമ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിട്ടാണ് അവള് വന്നിരിക്കുന്നത്. സോ നമുക്ക് അവളെ വെൽക്കം ചെയ്താലോ റീത? ഷഫ്ന. ഹായ്, സമ്മർ ക്യാമ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്.
നമ്മുടെ സ്കൂൾ വെക്കേഷൻ അത് എല്ലാ വർഷവും നമുക്ക് ഉണ്ടാവാറുണ്ട്. വീടിനുള്ളിൽ പുസ്തകം വായിച്ചും ഫോൺ ഉപയോഗിച്ചും ഓരോ വെക്കേഷനും തള്ളി നീക്കും. കഴിഞ്ഞ വർഷവും ഈ വർഷവും മൈൻഡ് ജെൽസിൽ നല്ല കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് പെൺകുട്ടികൾ മാത്രമുണ്ടായിരുന്ന മൈൻഡ് കുട്ടീസ് പിന്നീട് മൈൻഡ് ജെൽസായി മാറുകയും കൂടുതൽ കൂട്ടുകാരെ അതിലേക്ക് ആഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും പിന്നീട് ഹാപ്പി നെസ്റ്റ് സമ്മർ ക്യാമ്പ് എന്ന പേരിൽ ആൺകുട്ടികളെയും കൂട്ടി ഇപ്പോൾ ഇരട്ടി വാശിയോടെ ടാസ്കുകൾ ചെയ്യാറുണ്ട്. ഓരോ ദിവസവും അടുത്ത ദിവസത്തെ ടാസ്ക് എന്താവും എന്ന ചിന്തയിൽ ദിവസങ്ങൾ ആഘോഷമാക്കി. ടാസ്കുകൾ ചെയ്യാൻ ആവേശമായിരുന്നു. സമ്മർ ക്യാമ്പിൽ 3 സെക്ഷനുകൾ വെച്ചിരുന്നു. പ്രസീത മാമിന്റെ അഡാപ്റ്റിംഗ് വിത്ത് ഗ്രേഡ്, റേസിംഗ് വിത്ത് സ്ട്രെങ്ത് എന്ന സെക്ഷനും ഡോക്ടർ മഞ്ജുഷ മാമിന്റെ സെൽഫ് ഡിഫൻസ് ക്ലാസ്സും നസീറ മാം നടത്തിയ കാലിഗ്രഫി സെക്ഷനും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എഡിറ്റിംഗ് അറിയാത്തവർ പോലും റീൽസ് എന്ന ടാസ്കിന് വേണ്ടി എഡിറ്റ് ചെയ്തു. പുസ്തക പരിചയം, ന്യൂസ് വായന തുടങ്ങിയ ടാസ്കുകൾ വായനയുടെ മാധുര്യം തിരിച്ചറിയാൻ സഹായിച്ചു. ഡിബേറ്റ് നടത്തിയപ്പോൾ വാശിയോടെ സംസാരിക്കാൻ പഠിച്ചു. സമയബന്ധിതമായി മാർക്കുകൾ വീഴുമ്പോൾ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലായി. ഇതിനെല്ലാം പുറമെ നല്ല കുറെ കൂട്ടുകാരെയും എനിക്ക് ലഭിച്ചു. നമ്മുടെ വെക്കേഷൻ അറിവുകൾ നേടിക്കൊണ്ട് അടിച്ചു പൊളിക്കാൻ കഴിഞ്ഞു. ഇതിനെല്ലാം ആദ്യം നന്ദി പറയേണ്ടത് എമിച്ചേച്ചിയോടാണ്. എന്ത് സംശയം എപ്പോൾ ചോദിച്ചാലും കൃത്യമായി മറുപടി തന്ന് ഒരു കൂട്ടുകാരിയെ പോലെ ഒപ്പം നിന്ന നമ്മുടെ എമിച്ചേച്ചി. സത്യം പറഞ്ഞാൽ ഒരുപാട് തിരക്കുകൾക്കിടയിലും ചേച്ചി ഇങ്ങനെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഒരു അത്ഭുതമായി തോന്നാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി മൈൻഡ് നടത്തുന്ന പ്രേരണ പ്രൊജക്ടിന്റെ കോർഡിനേറ്റേഴ്സായ ദിവ്യ ചേച്ചി, ആശ ചേച്ചി, അജിത ചേച്ചി എന്നിവരെല്ലാം എല്ലാറ്റിനും കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. ഈ സമ്മർ ക്യാമ്പ് ഇത്രയും ഭംഗിയായി കൊണ്ടുപോയത് ഇവരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ്. പിന്നെ പറയാനുള്ളത് എന്നെക്കാൾ ചെറിയ ഏജ് വ്യത്യാസത്തിലുള്ള അഞ്ജന ചേച്ചി, പ്രതീഷ് ചേട്ടൻ ഇവരൊക്കെ നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും അടിപൊളിയായിരുന്നു നമ്മുടെ ക്യാമ്പ്. പലപ്പോഴും ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ തോന്നാറുണ്ട്, കൂട്ടുകാരത്ത് നേരം കൊന്നിക്കുന്ന കാലമാണ് ഏറ്റവും മികച്ചതെന്ന്. കാരണം ആ കാലമാണ് ഓർമ്മകളിൽ എനിക്ക് സന്തോഷവും ചിരിയും സമ്മാനിക്കുന്നത്. അല്ലാതെ പണവും പ്രശസ്തിയും മാർക്ക് ഷീറ്റും നൽകുന്ന ഓർമ്മകളല്ല എന്ന APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഷഫ്ന, അപ്പോ നിങ്ങൾക്കൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് ഷഫ്ന ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ നന്നായിട്ട് തന്നെ അത് അവതരിപ്പിച്ചു. അപ്പോ അനിൽ ചേച്ചിന്റെ കഷ്ടപ്പാടായിട്ടുണ്ടെങ്കിലും ചേച്ചിന്റെ ദിവ്യ ചേച്ചി ഞങ്ങൾ കൂടി നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്കൊക്കെ പറയാനുള്ള തന്നെയാണ് ഷഫ്ന ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ അമ്മി? അതെ അതെ, നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ആയിഷ് മോനാണ് ഇനി അടുത്തതായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് വരുന്നത്. ആയിഷ്, ആരോ റെഡി? മിന്നുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നുങ്ങേ മിന്നും. വെയിലത്തും മഴയത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. വെയിലത്തും മഴയത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്ന, നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്ന, നീ തന്ന കുഞ്ഞു നുടുങ്ങുവട്ടം. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ.
പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാടിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാടിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ല പൊന്നാര പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. ആയുഷ് അടിപൊളി പാടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് പാടിയല്ലേ റിത? അത് ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയൊരു നാണുണ്ടായിരുന്നു എന്നൊരു സംശയം. അതൊരു ചിരിയൊക്കെ പോലെ തോന്നി. സോ നമുക്കിനി ഓക്കെ, അപ്പൊ ആയുഷ് നല്ലോണം പാടി എല്ലാം അടിപൊളിയായിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അടുത്തത് യശ്വിതയാണ്. യശ്വിത എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അവളൊരു സോങ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ കണ്ണാൻ തുമ്പി എന്നുള്ള പാട്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെ മലയാള പാട്ടാണ്. നമുക്ക് കേട്ടാലോ? യശ്വിത. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നിൻ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നിൻ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാം എന്നെന്നും എന്റെ പോരാത്തു വാവേ വാവാച്ചേ കുഞ്ഞിക്കുരു കുത്തിനുള്ളിൽ പരിച്ചിട്ട് പിന്നെ കൊറു തോറുമാല ചേർക്കാം തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്ങൾ കലാമാനെ കൊണ്ടുതരാം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നിൻ കൂടാതില്ലല്ലോ ഇനി ഉള്ളിൽ പൂക്കാലം തിത്തേ തിത്തേ ഋത്തം വെക്കും പൂണ്ടെന്നൽ മുത്തം വെക്കാം എത്തുന്നുണ്ടേ പല്ലക്കിൽ എന്റെ തുള്ളാത്തു വാവേ വാവാച്ചി തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിലും കാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തേലുന്ന കുഞ്ഞിക്കിനാക്കൾക്ക് നിന്നെയാണോ മനേറെ ഇഷ്ടം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നിൻ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. താങ്ക് യു. യശ്വിത അടിപൊളി പാടിയല്ലേ? എന്താ സൗരയൂഥത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറിയോ സൗരയൂഥത്തിൽ എന്തൊക്കെയുണ്ടെന്ന്? കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ പഠിച്ചിട്ട്, പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല. അപ്പൊ ഇതൊക്കെ അറിയോ? എനിക്കറിയാം, എന്നാലും അറിയെങ്കിലും നമുക്ക് അതിനു വേണ്ടിട്ട് നമ്മുടെ ഹഫനെ വിളിച്ചാലോ? മലപ്പുറം ജില്ലക്കാരി ഹഫനെ നമുക്ക് ഇനി വിളിക്കാം. ഹഫ റെഡി അല്ലേ? നമുക്ക് ചെറിയ ഫാക്ട്സ് കേട്ടാലോ? അതും നമ്മുടെ സോളാർ സിസ്റ്റത്തെ കുറിച്ച്. നമ്മളിൽ ചിലവരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരാം. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തില് ഏറ്റവും ചൂടുള്ള ഗ്രഹം ചിലവരൊക്കെ വിചാരിച്ചിട്ടുള്ളത് മെർക്കുറി ആണെന്നാണ്. എന്നാൽ ശരിക്കും മെർക്കുറി അല്ല, അത് വീനസ് ആണ്. അതിനു മുന്നേ കൂടുതൽ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ മലയാള പദം നോക്കാം. മെർക്കുറിക്ക് നമ്മൾ ബുധൻ എന്നും വീനസിന് നമ്മൾ ശുക്രൻ എന്നാണ് പറയാം. അപ്പൊ ഈ വീനസ് സൂര്യനിൽ നിന്ന് ഇത്ര അകലെയായിട്ടും എങ്ങനെയാണ് അത് ഏറ്റവും ചൂടുള്ള പ്ലാനറ്റ് ആയത് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറും ഗ്രീൻ ഹൗസ് ഇഫക്ട്സും ആണ്. വീനസിന് വളരെ കട്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിൽ പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കൂടാതെ സൾഫ്യൂരിക് ആസിഡ് വരുന്ന മേഘങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ ചേർന്ന് ശക്തമായ ഗ്രീൻ ഹൗസ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നു. ഇതുമൂലം വീനസിന്റെ ഉപരിതലം വളരെ ചൂടായിരിക്കുന്നു. അതേസമയം മെർക്കുറിക്ക് ഇതുപോലെ കട്ടിയുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് അതിന് ചൂട് പിടിച്ചിരുത്താൻ കഴിയില്ല. അതിനാൽ വെളിച്ചമുള്ളപ്പോൾ വളരെ ചൂടാകുകയും രാത്രിയിൽ അതിയായി തണുക്കുകയും ചെയ്യും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഉപരിതല താപനിലയാണ്. വീനസിന്റെ ശരാശരി ഉപരിതല താപനില ഏകദേശം 465 സെൽഷ്യസ് ആണ്. മെർക്കുറിയെക്കാട്ടിലും ചൂടുള്ളതാണ്, നല്ലോണം ചൂടുണ്ട്. കാരണം മെർക്കുറിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് 167 സെൽഷ്യസ് ആണ്. എന്നാൽ ദിവസവും രാത്രിയിലും വലിയ മാറ്റങ്ങൾ കാണാം. അതിനാൽ വീനസ് സൂര്യനിൽ നിന്ന് അകലെയായിട്ടും അതിന്റെ കട്ടിയുള്ള ചൂട് പിടിച്ചിരുത്തുന്ന അറ്റ്മോസ്ഫിയർ കാരണം സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം വീനസ് ആവുന്നത്. ഇതാണ് റീസൺസ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ആളെ വിളിച്ചാലോ? ഓക്കെ, ഋത, നീ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ടോ? അതിന് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല. ചെയ്യണം. എന്നാൽ അതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് ഇഷക്കുട്ടിയെ കുറിച്ച് വിളിച്ചാലോ? അവൾ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. Good evening. Today I am going to talk about why setting goals is important. Goals are like having a map. They show us where we want to go, even though we are students. Setting goals can help us a lot. First, goal gives us direction. Imagine you want to find a treasure. If you know where the treasure is, you can plan how to get there. Goals help us what we need to go. If you will study hard because you want to reach your goals. Goals make us feel happy and strong. Third, goals teach us to be responsible. When we set a goal, we need to make a plan and follow it. This helps us to be organized and use our time well. For example, if you have a goal to finish your homework before playing, you will learn to be responsible. Lastly, goals help us see our progress. When we set a goal, we can see how much we have done and how much more we need to do. This makes us feel proud. For example, if you set a goal to read 10 books and you have read 5, you're halfway there. In conclusion, setting goal is very important. It helps us to know where we are going, keeps us excited, shows us our progress, and teaches us to be responsible. So let's all set our goal and work hard to achieve them. Thank you. Thank you, Isha. താങ്ക് യു ഇഷ, അടിപൊളി പറഞ്ഞല്ലേ? യെസ്. ഇനി ഒരു കോഴിക്കോട്ടുകാരത്തിന് മാപ്പിളപ്പാട്ട് കാണാൻ വേണ്ടിട്ട് വിളിച്ചാലോ? ജസ, നമുക്ക് വിളിക്കാം. പൂത്തൊരു ഈന്തമരത്തിലെ പോരിവയായെങ്കിൽ അക്കത്താ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ സത്യമുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുൻതിരിയായില്ല. നിത്യസലാമത്തൊഴുകും പുഴയിലെ പൊൻകിടിയായില്ല. വീരഭദ്ര ശുഹദാക്കളെ കയ്യിലെ വാൾമുനയായില്ല. ശൂരതരായൊരു വലിയ തങ്ങളെ വീര്യവും കിട്ടിയില്ല. ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ, ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ പോരിരയായെങ്കിൽ ഹക്കത്താ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാകുകയായില്ല. പുളകപ്പൊലിവാം സംസം നാട്ടിലെ ഒട്ടകമായില്ല. അൻസാരി തങ്ങളുടെ ആശ്രിതനാവാൻ ഭാഗ്യവും കിട്ടിയില്ല. അഷ്റഫുൽ ഹൽക്കിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടിയില്ല. ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ,
ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ പോരിലയായെങ്കിൽ ഹക്കത്താ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ. താങ്ക് യു. ഓക്കെ, ജസ് അടിപൊളി പാടി. നല്ല അതെ, അതെ. രസമുണ്ടായിരുന്നല്ലേ റിത? അതെ. അപ്പൊ നമുക്കിനി നമ്മുടെ പത്തനംതിട്ടയിലുള്ള അൻസനെ വിളിക്കും. ഒരു മൈൻഡിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വരുന്നത്. നമുക്കിപ്പോ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മൈൻഡില്. അപ്പൊ അതുപോലെ അൻസന്റെ എക്സ്പീരിയൻസും ഇതില് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അൻസ? ഞാൻ പ്രിപ്പയർ അല്ല, എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ക്യാമ്പ് പോലെ വെക്കേഷനൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു മൈൻഡ് നിന്ന്. അപ്പം അത് രണ്ട് ഗ്രൂപ്പ് ഒക്കെ തിരിഞ്ഞാണ് എന്താ പ്രോഗ്രാം നടത്തിയിരുന്നത്. അപ്പം എനിക്കതിൽ ഫുള്ള് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ആ ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആ പ്രോഗ്രാം തുടങ്ങി പകുതി എന്തായപ്പോഴാണ് ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്നേരെ എനിക്കുണ്ടായിരുന്നു അടുത്ത വർഷം ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ എന്താ പങ്കെടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വർഷം എമി ചേച്ചി പറഞ്ഞത്. എമി ചേച്ചി പറഞ്ഞെങ്കിലും ഞങ്ങളെ പിള്ളേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ഇങ്ങനൊരു എന്താ ടാസ്ക് പോലെ എല്ലാ ദിവസവും തരണമെന്ന്, ഇങ്ങനൊരു ക്യാമ്പായിട്ട് നടത്തണമെന്നും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ വെക്കേഷൻ എല്ലാ വെക്കേഷനും എന്തായാലും നമ്മുടെ വീട്ടിലും ഒക്കെ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാവരും വീട്ടിലൊക്കെ തന്നെ ഭയങ്കര ബോറടിച്ചൊക്കെ ആയിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം എന്താ എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. കാരണം ഓരോ ടാസ്ക് വരുമ്പോൾ അതിന്റെ പുറകെ എല്ലാവർക്കും പണി കിട്ടിയ പോലെ ആയിരുന്നു. അപ്പൊ എല്ലാവരും അതിന്റെ ആ ഒരു ഇതിൽ അങ്ങ് പോകും. അപ്പൊ തന്നെ ഇപ്പം അത് മാത്രമല്ല, ഈ ക്യാമ്പിലൂടെ നമുക്ക് എന്താ മൈൻഡിനെ കുറിച്ച് ഒത്തിരി അറിയാന്, ഒരു അവയർനെസ് പോലെ മൈൻഡ് എന്താണ് എന്നുള്ളത് ഒത്തിരി അറിയാൻ പറ്റി. അത് മൈൻഡിൽ ഇത്രയും പ്രൊജക്ട്സ് ഉണ്ട്, അത് ഇത്രയും ആൾക്കാർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നു അറിയാൻ പറ്റിയത് ശരിക്കും ഈ ഒരു ക്യാമ്പിൽ കൂടെ തന്നെയാണ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നല്ലോണം സംസാരിക്കുകയും ചെയ്തു, ഇത്രയും പ്രോജക്ട്സ് ഒക്കെ മൈൻഡിലുണ്ടോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ ഗുണമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തെ പറ്റി ഇങ്ങനെ ഡിസ്കഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെന്താ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര നേരിടുന്ന പ്രശ്നങ്ങൾ പറ്റിയിട്ടൊക്കെ ഒത്തിരി മീറ്റിംഗ് വെച്ചിട്ട് അത് എല്ലാവരും കൂടെ ഭയങ്കര ഡിസ്കഷൻ പോലൊക്കെ നടത്തി. ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ എന്താ അഞ്ജുഷ അവരൊക്കെ അന്ന് ക്ലാസ് എടുത്ത് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് എന്താ മീറ്റിംഗ് ഒക്കെ നടത്തി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കാലിഗ്രാഫിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ആർട്ട് ഉണ്ടെന്ന് അറിയാൻ, അതൊക്കെ പറ്റി അതൊക്കെ ഒത്തിരി നല്ല ഗുണങ്ങളാണ്. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ആർട്ടിനോട് ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റി. പിന്നെ എന്താ 10th ഒക്കെ കഴിഞ്ഞിട്ട് +2 ഒക്കെ കഴിഞ്ഞിട്ട് എന്താവണം എന്നുള്ളൊരു എന്താ ഗോൾ ഇപ്പോഴേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു
മീറ്റിംഗ് വെച്ചു. അപ്പൊ തന്നെ ഒത്തിരി പിള്ളേര് തീരുമാനമൊക്കെ എടുക്കുന്നൊക്കെ അറിയാൻ പറ്റി. ഇത് എനിക്ക് ഇന്നതാവണം, ഇന്ന കോഴ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പൊ തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ എന്താ കണ്ടു, കുറെ പേർക്ക് IAS ആവണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടേക്കും. അപ്പൊ അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഈ പ്രോഗ്രാമിൽ ചെയ്ത മിക്കവാറും എല്ലാ കാര്യങ്ങളും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഓരോന്നും ഭയങ്കര അറിവായിരുന്നു. അതൊക്കെ തന്നെ. പിന്നെ ഒത്തിരി ഫ്രണ്ട്സിന് ഒത്തിരി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം എങ്ങനെയെങ്കിലുമൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ പ്രാവശ്യം കുറച്ച് പുതിയ പിള്ളേരെയൊക്കെ ഞങ്ങൾക്ക് പഴയ കുട്ടികൾക്ക് പരിചയപ്പെടാനും നല്ല ഫ്രണ്ട്സ് ആവാനും ഒക്കെ പറ്റി. അതൊക്കെ തന്നെയാണ്. പിന്നെന്താ പറയാ, അടിപൊളിയായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്യാമ്പായിരുന്നു. അതൊക്കെ തന്നെ. താങ്ക് യു. അൻസ, അത് പൻസ പറഞ്ഞ എന്താ പറയാ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് അൻസ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് നമ്മൾ ആദ്യം ബോറടിച്ചിരിക്കും ഇങ്ങനെയൊക്കെ ഇതൊക്കെ വരുമ്പോൾ പൻസ നല്ല രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ നമ്മളെ ഇത് തന്നെ അൻസ പറഞ്ഞു. അല്ലേ ഇതാ? അതെ, നമ്മളെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഈ മൈൻഡിൽ അറിഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നു. യെസ്. അപ്പൊ അതായത് നമുക്കൊരു ഇടുക്കിക്കാരന്റെ പാട്ട് കേട്ടാലോ? എന്ത് പറയുന്നു? അതെ, അപ്പൊ നമുക്ക് അടുത്ത അർജുൻ ആണ് വരുന്നത്. ഇടുക്കിയിൽ നിന്നാണ് അർജുൻ ഒരു പാട്ടുപാടാണ് വരുന്നത്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളും തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ വിങ്ങലായി, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തോടാൻ എത്തുകില്ലേ മാരിവെല്ലാണു നീ, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തോടാൻ എത്തുകില്ലേ മാരിവില്ലാണു നീ, ഈറൻമൂടി കോതിയുരങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട്, അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവ്, രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉളകം കൊണ്ട് നല്ലിളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂന്തിരകൾ, നാവന്നോ തീരത്തെ ഓളങ്ങൾ, തീരാതാ ദാഹത്തിൻ താളങ്ങൾ, ഇതിനായി പോയിടാം വിണ്ണതി പോലൊഴുകിയോ, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. താങ്ക് യു. അർജുൻ നല്ല അടിപൊളി പാടിയല്ലേ? നമ്മുടെ പുതിയ പാട്ട് തന്നെയാണ് അർജുൻ എടുത്തതെന്ന് തോന്നുന്നു. നല്ല അടിപൊളി പാടിയല്ലേ റീത? ഓക്കെ, താങ്ക് യു അർജുൻ. അപ്പൊ റീത, നീ സങ്കടം വരാണ്ട് എപ്പോഴും കരഞ്ഞിട്ടുണ്ടോ? അയ്യോ, അങ്ങനല്ല, അതൊന്നും ചെയ്യല്ലേ. അങ്ങനല്ല, ഞാനൊരു ക്ലൂ തരാം. കിച്ചണ് കയറുമ്പോ ഉള്ളി അരിയുമ്പോഴേ ഞാൻ നിയമിച്ചതിനെ പോലെ മടിയച്ചിയല്ല എന്നൊക്കെ അറിയാം. എന്നാലും അപ്പൊ നമുക്ക് ഈ ഉള്ളി അരിയുന്നതൊക്കെ സയൻസ് അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എങ്ങനെയാന്ന് അറിഞ്ഞാലോ?
ഓക്കെ, അപ്പൊ നമുക്കത് പറഞ്ഞുതരാൻ വരുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരിയായ നമ്മുടെ റിയ ആണ്. നിങ്ങൾ കുക്ക് ചെയ്യുന്ന നേരത്ത് ഉള്ളി അരിഞ്ഞിട്ടുണ്ടാവില്ലേ? നമ്മൾ പാചകം ചെയ്യാറില്ലെങ്കിൽ പോലും അമ്മമാർ സബോള അരിയുമ്പോൾ നമ്മൾ അർത്ഥിച്ചെന്ന് നിൽക്കാറില്ലേ? നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരാറില്ലേ? ശരിക്കും നമുക്ക് സങ്കടമില്ലാതെ കരയാൻ പറ്റുന്ന അവസരമാണ് അതില്ലേ? എന്തുകൊണ്ടാണ് ഉള്ളി അരിയുന്ന സമയത്ത് കരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കുറച്ചുപേർ അതിനെ കുറിച്ച് അറിയാർക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരാം. നമ്മൾ ഉള്ളി അല്ലെങ്കിൽ സബോള അരിയുന്ന സമയത്ത് അതിൽ കുറെ അമിനോ ആസിഡും എൻസൈമുകളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവ എല്ലാം കൂടി ചേർന്ന് ഒരു രാസവസ്തു ഉണ്ടാവുന്നുണ്ട്. ഒരു രാസവസ്തുവിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സിൻ പ്രൊപ്പനത്തിൽ ഓക്സൈഡ് എന്നാണ്. ഇതൊരു ആവി രൂപത്തിൽ ആയതുകൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നു. എന്നിട്ട് അത് കണ്ണിലുള്ള ലൂബ്രിക്കൻസായി പ്രവർത്തിച്ച് കഴിയാൻ നേരത്ത് അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് അവിടെ ഒരു ആസിഡ് ഉണ്ടാവുന്നു. ആ ആസിഡ് ആണ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ഇതൊരു രാസവസ്തു നമ്മുടെ കണ്ണിലേക്ക് വന്ന് കഴിയുമ്പോഴേക്കും അത് രൂപാന്തരം പ്രാപിക്കുന്നു. അപ്പോ ഇത് നമ്മുടെ കണ്ണിൽ വരുന്നത് ഒരു ഇറിറ്റേഷൻ അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ കണ്ണിൽ കൈയോ മറ്റോ എന്ത് തട്ടിയാൽ കണ്ണിലൊന്നും വെള്ളം വരാറില്ലേ? അതിന് കാരണം ഒരു റിയാക്ഷൻ മെക്കാനിസം ആണ് നടക്കുന്നത്. നമ്മുടെ കണ്ണിൽ വേണ്ടാത്ത ഒരു സാധനം നമ്മുടെ കണ്ണിലേക്ക് വന്നാൽ അത് കളയാനുള്ള ഒരു പ്രേരണയാണ് കണ്ണീരിലൂടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഈ സബോളയുടെ നീര് എത്തിക്കഴിയുമ്പോൾ അത് കണ്ണിൽ ഉൽപ്പാദിപ്പിച്ച് കണ്ണ് അത് കളയാൻ നോക്കുകയാണ്. അങ്ങനെയാണ് കണ്ണീർ ഉണ്ടാവുന്നത്. അപ്പോ എന്താണ് സബോള അരിയുമ്പോൾ കണ്ണീർ വരുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കരയാതെ ഉള്ളി അരിയാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ ടിപ്സ്, അരിവാനുള്ള സവാള ഒരു ബൗളിൽ എടുത്ത് ഫ്രിഡ്ജിന്റെ ഫീസറിൽ 15 മിനിറ്റ് വെച്ചതിനു ശേഷം പുറത്തെടുത്ത് ഉപയോഗിക്കുക. രണ്ടാമത്തെ ടിപ്സ്, സബോളയുടെ വേരിന്റെ ഭാഗം അതായത് അടിഭാഗം കട്ട് ചെയ്ത് കളയുക. മൂന്നാമത്തെ ടിപ്സ്, തൊലി കളഞ്ഞ് 4 കഷണം ആക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ച് അരിഞ്ഞാൽ മതി. നാലാമത്തെ ടിപ്സ്, കണ്ണാട വെച്ച് അരിയുക. അതിനുള്ള കണ്ണാട ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒക്കെ കിട്ടുന്നതാണ്. അതിന്റെ പേര് ഓൺലൈൻ ഗൂഗിൾ എന്നാണ്. അത് മൊത്തമായി കണ്ണിൽ ഇരിക്കുന്നതിനാൽ സബോളയുടെ നീർ കണ്ണിലേക്ക് പോകില്ല. താങ്ക് യു. ഓ, ഈ ഉള്ളി അരിയുന്നതിൽ ഇത്രയും സയൻസ് ഫാക്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. അല്ലേ റിത? അതെ, അതിന്റെ ടിപ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ടിപ്സും കിട്ടും. ആ, കെമിസ്ട്രി ക്ലാസ് അടുത്ത ആള് വിട്ടാലോ? നമ്മുടെ അദ്വൈത് പറയാം. നിലാവ് മനസ്സാകെ നിലാവ് മലരോണ പാട്ട് തിരുവാവനിലാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ കടക്കണ്ണിൻ മഷിമിന്നും മുടപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറോണിന്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോ നിനവോരമുണരുന്നു സംഗീതം സംഗീതം തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു. ഈ അടിപൊളിയായിട്ട് പാടിയില്ലേ? നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ അടിപൊളി പാടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആള് വിളിച്ചാലോ? അടുത്തതൊരു ഡാൻസ് ആണ്. ഇപ്പൊ നമ്മള് കൊറേ പാട്ട് കേട്ടു, സ്പീച്ച് കേട്ടു, സയൻസ് ഫാക്ട്സ് ഒക്കെ കേട്ടില്ലേ? നമുക്കൊരു ഡാൻസ് കണ്ടാലോ? അപ്പൊ ഷറാഫത്തിന്റെ അനിയത്തിയും കൂടിയിട്ടാണ്. അവര് കോഴിക്കോട് നിന്നാണ്.
അടിപൊളി കളിച്ചല്ലേ ഷറാഫത്ത്, നല്ല കളിച്ചല്ലേ. അതെ, അനിയത്തിക്കുട്ടിക്കും ഷറാഫത്തിനൊക്കെ നല്ല രസമുണ്ട്, അടിപൊളി. സോ അതെ അതെ, അടുത്തത് ദിയ ആണ്, കോഴിക്കോടിൽ നിന്നാണ്. ദിയ നമുക്കൊരു മാപ്പിളപ്പാട്ടായിട്ടാണ് വരുന്നത്, അപ്പൊ നമുക്ക് കേട്ടാലോ? ലംബിക പാടുന്നു ശിനകൊടിയടങ്ങനോടിയുനടക്കും ലക്ഷ്യം വീളായി ഒരുത്തത്തിന് രീതി ഇകപടി നടക്കും വെള്ള തുടിച്ച് കൊതിച്ച് വിഴിച്ച് ഇച്ച് മതിച്ചൊരോത്ത് തേച്ച് മതിമക്കത്തടുത്തിരുന്നേ റമ്പേയുതിമിതി നടത്തിരുന്നേ കൽബ് പെരുത്ത മോഹത്തിനെ ഒരുത്തിന് തേടി മിണ്ടാനേ ഒരു കൂടാനേ ലംബിക പാടുന്നു ശനികൊടിയടങ്ങനോടെയോടടുക്കുന്ന ലക്ഷ്യം വീടായി പുരത്തത്തിന് രീതി ഇച്ചപ്പടി നടക്കും മുണ്ട് തുടിച്ച് കുതിച്ച് വിളിച്ച് ജയിച്ച് മറ്റൊരോത്ത് ജയിച്ച് മതിമക്കത്തടുത്തിരുന്നേ റമ്പേയുതിമിതി നടത്തിരുന്നേ ബൽബ് പെരുത്ത മോഹത്തിനെ ഒരുത്തിന് തേടി മിണ്ടാനേ ഒരു പൂടാനേ പല വേഷ പല ഭാഷ വേഷം മാവേദം പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വേദം പല ദേശം പല വേഷം മാവേദം പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വേദം അതിലൊരു കഥയുന്ന മനുഷ്യരവിരിക്കന്റെ നാട്ടത്തിൽ മകൻ പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ച് തുണച്ച് നയിച്ച പുരാനെ വിനയിച്ച് മിണ്ടാനെ പൂടാനേ ലംബിക പാടുന്നു ജനകൊടിയടങ്ങനോടെയുടടുക്കുന്നു ലക്ഷ്യം വീടായിന് പുറത്തതിനഴിഞ്ഞ് തേജപ്പടി നടക്കും ഉണ്ണ തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ച് ചോർത്ത് ജയിച്ച് മതിമുക്കത്തടുത്തിരുന്നേ റമ്പിയുതിമിതി നടത്തിരുന്നേ കൽബ് പെരുത്തു മോഹത്തിനെ ഒരുത്തനെ തേടി മിണ്ടാനെ ഒരു പൂടാനേ സൂപ്പമരുവാക്കിയത് കാവൻ സായിയുവേ നാടത്തി സ്മരണയിൽ ഹാജറുവായി മാനുമാകൻ വന്നെത്തി സൂപ്പമരുവാക്കിയത് കാവൻ സായിയുവേ നാടത്തി സ്മരണയിൽ ഹാജറുവായി മാനുമാകൻ വന്നെത്തി സ്മൃതിയാൻ പകരുന്ന ജനസനം കുടിച്ചിട്ട് സുഖം ഒരു വിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് മിണ്ടാനെ പൂടാനേ ലംബിക പാടുന്ന ജനകൊടിയടങ്ങനോടെയുട പുരക്കത്തിനൊരുങ്ങി ദേശപ്പടി നടക്കും ഉള്ള തുടിച്ച് കുതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചൊരോർത്ത് ജയിച്ച് മതിമക്കത്തടുത്തിരുന്നേ റമ്പിയോതിമിതി നടത്തിരുന്നേ കൽബ് പെരുത്ത മോഹത്തിനെ ഒരുത്തന തേടി മിണ്ടാനെ ഒരു കൂടാനേ. താങ്ക് യു. നമ്മുടെ കോഴിക്കോട് തന്നെയാണ് വെൽക്കം ചെയ്താലോ? യെസ്, വിളിക്കാം. നമുക്ക് ഇതുവരെ മാപ്പിളപ്പാട്ട് കേട്ടു, ഇനി ഒരു നാടൻ പാട്ട് നമുക്ക് കേൾക്കാം. അതിനു വേണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ആർദ്ര ഉണ്ട്. വെൽക്കം ആർദ്ര. അപ്പന്റെ കയ്യോരം ആ ഒരു പാലത്തിൻ തൂണിയോ പൊന്നോ എന്നൊരു പൊന്നോ എന്ന കേട്ട് എന്താ കേട്ട് എന്താ അപ്പൻ തന്നല്ലേ അപ്പൻ തന്നല്ലേ ആയ കഥ കേട്ട് ആയ കഥ ഞാന് തരാം ആയ കഥ കേട്ട്
തീരാനൊന്നുമില്ലാത്ത കാലം നീ കടക്കണ പ്രായം കടക്കണ പ്രായം അടിവച്ചു കാലിപ്പിച്ചന്ത ഉണ്ണീണ്ടമ്മയെ കരുവറുക്കാൻ ഉണ്ണീണ്ടമ്മയെ കരുവറുക്കാൻ എന്താ സോ നല്ല അടിപൊളി പാടിയിട്ട് ഇടയ്ക്കൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലതായിട്ട് പാടി അല്ലേ ഇതാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ദേവനന്ത് ദേവരാഘവാണ്. അപ്പോ നമുക്ക് അവര് ടാസ്കിന്റെ ഭാഗമായി ചെയ്തൊരു വീഡിയോ ഉണ്ട്, അപ്പൊ നമുക്ക് അത് കണ്ടാലോ. പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. എനിക്ക് പുസ്തകം വായിക്കാൻ നല്ല ഇഷ്ടമാണ്. എൻ്റെ അനിയന് ഞാനാണ് ബുക്കൊക്കെ വായിച്ചു കൊടുക്കാറ്. അവനാണ് ഈ പുസ്തകമൊക്കെ അടക്കി വെക്കുന്നത്. ബാംഗ്ലൂരിൽ ചികിത്സയും സ്കൂളിൽ പോക്കും ഫിസിയോതെറാപ്പിയുമായി ഞങ്ങൾ തിരക്കിട്ട ഓട്ടത്തിലാണ്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ആശുപത്രിയിലാണ്. അന്ന് ഞാൻ 1-2 പുസ്തകങ്ങൾ വായിക്കാൻ കൊണ്ടുപോകും. അനിയന് പടം വരയ്ക്കാനാണ് ഇഷ്ടം. അവൻ കളർ പെൻസിലും പുസ്തകവും കൊണ്ടുപോകും. ഞങ്ങൾ ആ നേരത്ത് കളറടിക്കാൻ പുസ്തകം വായിക്കാണ് ചെയ്യാറ്. പുറത്തിറങ്ങി ഓടിച്ചാടി കളിക്കാൻ പലപ്പോഴും നമ്മുടെ ആരോഗ്യം അനുവദിക്കാറില്ല. അപ്പോൾ എങ്ങനെ വായന തുടങ്ങുമല്ലേ കൂട്ടുകാരെ? ഓക്കെ, അപ്പൊ വീഡിയോ ഉണ്ടല്ലേ. ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഒരാളോട്. പ്രയാൺ പ്രൊജക്ട് മെമ്പർ ആയിട്ടുള്ള അരുൺ സാർ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം കണ്ട് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സാർ നമ്മുടെ പ്രോഗ്രാം? നിങ്ങളുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഓഫീസിൽ ഇരുന്ന് നിങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും അത്ര നന്നായിട്ട കാര്യങ്ങൾ ചെയ്തേ. So nice actually. It's so amazing. Thank you sir. എന്റെ എല്ലാ ആശംസകളും എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും കേട്ടോ. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. No comments actually. It was so good actually. I like so much love. Okay. So much. Thank you sir. ഓഫീസിൽ ഇങ്ങനെ കേട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ടല്ലേ റിത? അതെ അതെ. ഇനി വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഹായ്, അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നല്ല പാട്ട്, നല്ല കഥ പറച്ചില് എല്ലാം നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഈ ഒരു വെക്കേഷൻ നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റിയെന്ന് അറിഞ്ഞാൽ തന്നെ വലിയ സന്തോഷം. ഒരുപാട് സന്തോഷം. അപ്പം ഇനി സ്കൂൾ തുറക്കാനായി 2 ദിവസം കഴിയുമ്പോൾ. അപ്പം ഇനിയും നമുക്ക് സ്കൂൾ തുറന്നാൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. മഴയൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ ഉണ്ട്, അപ്പൊ അതിനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, ചേച്ചി ഒന്ന് കേട്ടാ. നിങ്ങള് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒറ്റയ്ക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം എങ്ങനെ വേണം എന്നുള്ളത് ഡിസൈൻ ചെയ്തതും ആരൊക്കെ പാടണം, ആരൊക്കെ എന്തൊക്കെ പെർഫോമൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചതും ആങ്കറിങ് ചെയ്യേണ്ടത് ആരാണ്, അല്ലെങ്കിൽ പോസ്റ്റർ എങ്ങനെ വേണം, അതിന്റെ കണ്ടന്റ് എങ്ങനെ വേണം, ലിങ്ക് ആരെടുക്കണം, അങ്ങനെ ഓരോ ഡ്യൂട്ടീസും. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡിൽ നിന്നുള്ള അധികം സപ്പോർട്ട് ഒന്നും തന്നെ നിങ്ങൾ വാങ്ങിയിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത്. ശരിക്കും ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കാണുമ്പോഴേക്കും അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ 10 പേരുടെയെങ്കിലും ഹെൽപ്പ് ചോദിച്ച് കുറെ ഇങ്ങനെ എപ്പോഴും ഡൗട്ട് ചോദിച്ച് അങ്ങനെയാ ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എഫേർട്ട് ഇവിടെ കാണാനായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തത്. ഇപ്പോ അനുഭവങ്ങൾ പറഞ്ഞവരാണെങ്കിലും പാടിയവരാണെങ്കിലും. അപ്പോ
എന്താ പറയാ, നിങ്ങളിങ്ങനെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട രണ്ടുപേരാണ് അഞ്ജനയും പ്രതീഷും. നിങ്ങളുടെ ഈ ഒരു സമ്മർ ക്യാമ്പ് തുടങ്ങിയ സമയം മുതൽ നിങ്ങൾക്ക് ടാസ്ക് തരുന്നതും നിങ്ങളുടെ മാർക്ക് നോക്കുന്നതും ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുട്ടികളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തതും ഒക്കെ അഞ്ജനയും പ്രതീഷുമാണ്. അവരും ഭംഗിയായിട്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നന്നായത്. പിന്നെ നമ്മുടെ ആമിയും ഹൃദയും രണ്ടുപേരും അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ചെയ്യാണ് അങ്ങനെയുള്ള ഒരു ഇതൊന്നും തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇവര് ഇതിനു മുമ്പ് 1-2 കുഞ്ഞു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ അൻസിയും ഷഫ്നയൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇടയിൽ ഇപ്പൊ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ ഇനിയും കൊണ്ടുപോകണം. ഇനിയിപ്പോ ക്ലാസ് വർക്കാണ്, അപ്പൊ എപ്പോഴും സംസാരിച്ചിരിക്കാനൊന്നും പറ്റില്ല. എന്നാൽ പോലും വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിലും നിങ്ങൾ പരസ്പരം കൂട്ടുകൂടുക, സംസാരിക്കുക, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഒരുപാട് കൂട്ടുകാരുള്ളതല്ലേ, അപ്പൊ എല്ലാവരോടും ഷെയർ ചെയ്യുക. വളരെ നന്നായിട്ട് നല്ല സന്തോഷത്തോടെ പോട്ടോ. താങ്ക് യു ചേച്ചി, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഞാൻ ദിവ്യയാണ്. അപ്പം ആദ്യം തന്നെ ഇന്നത്തെ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നന്നായിട്ട് നിങ്ങൾ എല്ലാ കൂട്ടുകാരും പെർഫോം. പിന്നെ പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ഈ ഒരു മാസം. അവരുടെ വെക്കേഷൻ ടൈമിൽ അവർ തന്നെ പറഞ്ഞു എക്സ്പീരിയൻസ് ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. നല്ലൊരു ടൈം ആയിരുന്നു എന്ന് പറഞ്ഞു. അതില് ഇപ്പം കുട്ടികളോടൊപ്പം തന്നെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ജനയും അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവര് നല്ല രീതിയിൽ ഇതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പ്രോഗ്രാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഈ ഒരു ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന സെഷൻസ് ഒക്കെ എടുത്ത് തന്ന ആളുകളുണ്ട്, സജഷൻസ് ഒക്കെ തന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പം ഈ ഒരു സെഷൻസിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രസീത മാമിന്റെ സെഷൻ ഉണ്ടായിരുന്നു, മഞ്ജുഷ മാമിന്റെ ഉണ്ടായിരുന്നു, ഒപ്പം നസീറയുടെ കാലിഗ്രാഫി ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഇതിന്റെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത ഒരാളാണ് അരുൺ സാറും. സാറ് നമ്മളോട് ഇപ്പൊ ഇന്ന് ഫുൾ ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം പ്രജിത്തും നമ്മളുടെ കുട്ടികളുടെ പല കാര്യങ്ങൾ, ഈ ഒരു റീൽസ് ഒക്കെ ചെയ്യുന്ന ഐഡിയ കാര്യങ്ങളൊക്കെ പ്രജിത്ത് പറഞ്ഞു തന്നായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, എല്ലാ കുട്ടികളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇമിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രൊജക്റ്റ് 2 പ്രേരണ എന്ന് പേരിട്ടാലും ഈ ഒരു ഫുൾ പ്രോഗ്രാമിന്റെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ അത് എമി തന്നെയായിരുന്നു. അപ്പൊ ഓരോ ദിവസത്തെ ടാസ്ക് ആണെങ്കിലും ഓരോ ദിവസവും കോർഡിനേറ്റ് ചെയ്തിട്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് കുട്ടികളിലേക്ക് കൺവേ ചെയ്തിരുന്നത് എല്ലാം എമിയാണ്. എനിക്ക് ഈ ഒരു കാര്യം മാത്രമല്ല, മറ്റേ ഈ മൈൻഡിന്റെ മറ്റു പല പ്രൊജക്ടുകളുടെയും കാര്യങ്ങൾ നോക്കുന്ന ഒപ്പം തന്നെയാണ് ഈ ഒരു കാര്യവും വളരെ ഭംഗിയായിട്ട് ഓരോ ദിവസവും. ഇപ്പൊ ഞാൻ മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓടി വന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എമിയുടെ സപ്പോർട്ട് തന്നെ ത്രൂ ഔട്ട് പ്രോഗ്രാം ഫുള്ള് നമ്മുടെ കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എമി തന്നെയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമുക്ക് അടുത്ത വർഷവും ഇതിലും കൂടുതൽ കൂട്ടുകാരെ കൂട്ടി അടിച്ചു പൊളിക്കാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? കുട്ടികളെല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ പരിപാടി പങ്കെടുത്ത എല്ലാ കുട്ടികളോടും ഞാൻ സ്നേഹം അറിയിക്കുകയാണ്, ഞങ്ങൾ സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള ആദ്യം മുതൽ തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ അരുൺ സാറിനും പ്രസീത ചേച്ചിക്കും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ ഹാപ്പിനെസ് സമ്മർ ക്യാമ്പ് വന്ന ഞങ്ങളുടെ മൈൻഡിലെ അംഗങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ സമ്മർ ക്യാമ്പ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി അടുത്തൊരു അവധിക്കാലം വരെ നമുക്ക് കാത്തിരിക്കണം ഇതുപോലൊരു പരിപാടി നമുക്ക് വീണ്ടും കാണണമെങ്കിൽ. ഇനിയും ഇതിനേക്കാൾ മനോഹരമായും ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇതിനായി എഫേർട്ട് എടുത്തിട്ടുള്ള പ്രധാനമായിട്ട് ഞങ്ങൾ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ സ്വന്തം അഞ്ജന ചേച്ചിക്കും പ്രതീഷ് ചേട്ടനും ഒരു ബിഗ് താങ്ക്സ്. കൂടാതെ ഞങ്ങൾ എല്ലാവരെയും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓരോ ടാസ്കിലായിട്ടുണ്ടെങ്കിലും ഓരോ പ്രോഗ്രാമിൽ എല്ലാത്തിലും ഞങ്ങളെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള ഞങ്ങളുടെ എമി ചേച്ചി, വിജയ ചേച്ചി, അനിത ചേച്ചി, ആശ ചേച്ചി, ഇവർക്ക് എല്ലാ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം അല്ലേ എമി? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അത് അതിന്റെ ഇന്നും ഇതേപോലെ പരിപാടിയൊക്കെ ഉണ്ടാവട്ടെ. ഇന്നും ഇതേപോലെ സമ്മർ വെക്കേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നേരത്തെ നമുക്ക് കൂടണം. എല്ലാവരും ഇതേ എന്താ പറയാ എൻജോയ് ഇതേ ഉഷാറിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു പരിപാടിയിൽ കാണാം. സോ എല്ലാവരോടും ബൈ ബൈ.